കരങ്ങളെഴുതി പണം ആരാധന കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ എത്രയോ രാവുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. ഞെട്ടി ഉണർന്ന് ഞാൻ നോക്കുമ്പോൾ എന്റെ ചാരെ താങ്ങും തണലുമായി നിന്ന ഒരു അരുമനാഥൻ എനിക്കുണ്ട്. എത്ര രാത്രികൾ നാം പല പ്രതിസന്ധികളുടെ നടുവിൽ നാളെ എങ്ങനെയാകുമെന്നുള്ള ചിന്തയോടുകൂടെ നാം കിടന്നുറങ്ങി. പക്ഷേ അവിടെയെല്ലാം നാം ഉറങ്ങിയപ്പോഴും നമ്മളെ തലോടിയ ഒരു നല്ല കർത്താവിന്റെ കരം ഉണ്ട്. തന്റെ മാർവോട് ചേർത്തണച്ച് നമ്മളെ സ്നേഹിച്ച ആ നല്ല അരുമനാഥന്റെ സ്നേഹം ഇന്ന് പകലിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവമൊക്കെ ഉണ്ടെങ്കിൽ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഉണർന്നു ഞാൻ നോക്കുമ്പോൾ തലോടലുമായി നാഥൻ
പേർക്ക് ഇന്ന് പകലില്ല കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ആ കർത്താവിനോട് നമുക്ക് ഒത്തിരി നന്ദി പറയാനുള്ളത് പകൽ. ഹല്ലേലൂയ. ഓ ശദലമനഗണഗ ശബ്ദരേ ഉടലമനഗണഗ ശബ്ദനാദന. പരിപാലിച്ച് ഒന്നിനും കുറവില്ലാതെ നമ്മളെ നടത്തിയ സർവശക്തനായ ദൈവത്തിന് ഇന്ന് പകലിൽ ഈ പന്തലിൻ കീഴിലിരിക്കുന്ന എല്ലാ ദൈവമക്കളും അതരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ കഴിവല്ല കർത്താവേ, ഞങ്ങളുടെ മിടുക്കല്ല കർത്താവേ, അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ്. എത്ര പേർക്ക് ഇന്ന് പകലിലെ കർത്താവിനോട് നന്ദി പറയാൻ കഴിയും? സ്തുതികൾ ഉയരട്ടെ ഇന്ന് പകലിലെ ആ കർത്താവിനോടുള്ള നന്ദി. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, എണ്ണമില്ലാതുള്ള നന്മകൾ അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും, എണ്ണമില്ലാതുള്ള നന്മകൾ അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിലും പകലൊരു നന്ദി പറച്ചിലിന്റെ പകലായി മാറട്ടെ. കഴിഞ്ഞ വർഷം ഇതേപോലെ ആരാധന കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മടങ്ങി. പക്ഷെ ഇന്ന് നാം ഇവിടെ ഈ അതേ സ്ഥലത്ത് 2026 ആരംഭത്തിൽ നിൽക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് നന്ദി പറയാനുണ്ട്. ശത്രു നമ്മളെ തകർത്ത് കളയാൻ പദ്ധതി ഇടാഞ്ഞിട്ടല്ല, പദ്ധതി അനവധിയിട്ടു. പല രോഗങ്ങളും പല വേദനകളും നമ്മുടെ ലൈഫിനകത്ത് കൊണ്ടിട്ടിട്ട് നമ്മളെ തകർക്കാൻ നോക്കി. പക്ഷേ ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, ശിമോനെ, പിശാച് പലവട്ടം എന്നോട് നിന്നെ കുറിച്ച് ചോദിച്ചടാ. എന്തിനെന്നറിയോ? നിന്നെ ഒന്ന് പാറ്റിക്കളയേണ്ടതിന്. നാം ദൈവത്തെ തള്ളി പറയേണ്ട സാഹചര്യങ്ങൾ എത്ര നമ്മുടെ ജീവിതത്തിനകത്ത് വന്നു.
അന്ന് ദൈവം ഒന്ന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. കാര്യം അത്രമാത്രം ശോധനയിലൂടെ കടന്നുപോയവരാ നമ്മൾ. പക്ഷെ നമ്മുടെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് അവൻ ശത്രുവിന്റെ കയ്യിൽ നമ്മുടെ കർത്താവിന് നമ്മളെ നല്ലതുപോലെ അറിയാം. ഏത് സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് മാറുമെന്നും ഏത് സാഹചര്യത്തിൽ നാം നിലനിൽക്കുമെന്നും ഒക്കെ കർത്താവിന് നല്ലതുപോലെ അറിയാം. മനുഷ്യർക്ക് നമ്മളെ അറിയത്തില്ല, പക്ഷെ നല്ലതുപോലെ അറിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദാവീദ് പറഞ്ഞു, വീഴുവാൻ തക്കവണ്ണം പിശാച് പലവട്ടം നോക്കിയെങ്കിലും ദൈവം എന്നെ താങ്ങി. ദൈവം താങ്ങിയത് കൊണ്ടായി നാം ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ആരുടെ നാവിൽ നിന്ന് സ്തുതി ഉയരാതിരിക്കരുത്. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഒറ്റ വാക്കിലെങ്കിലും കർത്താവിന് നമ്മൾ നന്ദി പറയണം, സ്തോത്രം പറയണം. കർത്താവേ, അങ്ങ് നടത്തിയ എല്ലാ വിധങ്ങൾക്കും നന്ദി പറഞ്ഞ് എല്ലാ ദൈവമക്കളുടെയും വായികളെ തുറന്നൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. വരുന്നവർ വരും, അവരവരവരുടെ സ്ഥലങ്ങളിൽ ഇരിക്കും. പക്ഷേ നമ്മൾ വന്നത് ആ കർത്താവിനെ സ്തുതിക്കാനാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ എല്ലാ ദൈവമക്കളെ ശബ്ദമേറട്ടെ ഇത് പകലിൽ. നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകൾ
കരങ്ങളെ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ദൈവം തന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്തുള്ളൂ. അതറിയുന്ന എത്ര പേരുണ്ടെന്ന് പകലിൽ? നാം പല കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചു, പക്ഷെ ദൈവം അത് തന്നില്ല. എന്താണെന്നറിയാം? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നാം ചോദിച്ച കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരുന്നെങ്കിൽ ഇന്ന് പകലിൽ നമ്മൾ ഇവിടെ ഇരിക്കത്തില്ലായിരുന്നു. പക്ഷെ ചിലതിനൊക്കെ മറുപടി തന്നു, ചിലതിന് മറുപടി തന്നില്ല. പക്ഷെ നമ്മൾ ചോദിക്കാത്ത ചില കാര്യങ്ങൾ കൂടി കർത്താവ് നമുക്ക് തന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു 2025 കഴിഞ്ഞുപോയ വർഷത്തിൽ ഞാൻ പല കാര്യങ്ങളും എൻ്റെ പ്രാർത്ഥനയിൽ വെച്ചിരുന്നു, പല കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ വെക്കാതിരുന്നു. പക്ഷെ പ്രാർത്ഥനയിൽ വെച്ച കാര്യങ്ങളൊന്നും കർത്താവ് എനിക്ക് തന്നില്ല, പക്ഷെ വെക്കാത്ത കാര്യങ്ങൾ കർത്താവ് എനിക്ക് തന്നു. ആമേൻ. കാര്യം നാം ചോദിച്ച കാര്യം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ നന്ദി കാണിക്കത്തില്ല ദൈവത്തിന്റെ സന്നിധിയിൽ. പക്ഷേ നാം ചോദിച്ച കാര്യം തരാതിരുന്നപ്പം നമ്മുടെ ഹൃദയം വേദനിക്കുന്ന കർത്താവ് കണ്ടു. ആ കണ്ട കർത്താവ് നമുക്ക് അനുയോജ്യമായ പദവിയും പൊസിഷനും, അല്ലെങ്കിൽ നാം ആഗ്രഹിച്ച, അല്ലെങ്കിൽ ദൈവത്തിനറിയാം നമുക്ക് എന്ത് തന്നാൽ നമ്മൾ ദൈവത്തെ അധികം സ്തുതിക്കുമെന്ന്. ഒന്നും നമ്മുടെ ജീവിതത്തിനകത്ത് കുറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല, ദൈവത്തിന് നമ്മളോട് മിണ്ടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് പലതും കർത്താവ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞത്. ഇന്ന് പകലിൽ ഇതിനകത്തിരിക്കുമ്പം പലതും ലൈഫിൽ റിജക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പലതും റിജക്റ്റ് ആയതിൻ്റെ പുറകിൽ ദൈവത്തിന് നിന്നോട് സ്നേഹമുണ്ട്. അത് റിജക്റ്റ് ആവാതിരുന്നെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ നാം പോയേനെ. പക്ഷേ ആ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അതുകൊണ്ടാ ഒരു പാട്ടുകാരൻ പാടിയത്, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ആ കർത്താവ് നമ്മളെ നടത്തി. ഇന്ന് പകലിൽ നമ്മൾ ആ പാട്ടിന്റെ വരികൾ പാടി ആരാധിക്കുമ്പം നിങ്ങൾ ആ പാട്ടിന്റെ വരികളൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒന്ന് പാടി കർത്താവിനെ ആരാധിക്കണം.